മോർണിംഗ് ചേട്ടാ. ഇന്ന് അമ്മ ആദ്യം എല്ലാവരും നേരത്തെ നിൽച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകുന്നു വെച്ചിട്ട്. അപ്പോൾ ഇന്ന് സുനിയാടിനെ കൊണ്ടാക്കാൻ പോകണല്ലേ. അപ്പോൾ ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് അപ്പം നിൽക്കണം കേട്ടാ. പോണ നോക്കില് ശരി. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇന്ന് അവിടെയൊക്കെ പോകണമെന്നുണ്ട്. അമ്മായിൻ്റെ വീട്ടിൽ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് കാണാം. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ വരുന്നത് സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല, ഇന്ന് പൂരിയാണ് കേട്ടോ. അങ്ങനെ എന്താ വെച്ചാൽ അത് കഴിച്ച് വന്ന് നമ്മൾ സെറ്റായിട്ട് അങ്ങനെ ആദ്യമായി അവിടെ കോയിനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ വീടിൻ്റെ അവിടെ നിന്ന് വണ്ടി അവിടെ നിർത്തിയിട്ടില്ല, ഇന്ന് വണ്ടി എടുത്തിട്ടില്ല, എന്ന് വേറൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് ചേച്ചീനെ കൊണ്ടാക്കാൻ ചേച്ചി ഇന്നലെ തലേദിവസം വന്നതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ചേച്ചീനെ കൊണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിന്ന് പോകട്ടെ. ഞാൻ, അമ്മു, ആദി, പിന്നെ അല്ലു, ചേച്ചി, ഞാനുണ്ട്. ഞങ്ങൾ മൂന്നാളായിട്ട് പോകുന്നത്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ കരിങ്കപ്പാറ വഴിയാണ് പോകുന്നത്. കരിങ്കപ്പാറ വലിയൊരു കയറ്റുണ്ട്, മക്കാട് കയറ്റം നട്ട പറയില്ലേ. ഇതൊരു വിധം വലിയ വണ്ടിക്കാർക്കും എല്ലാവർക്കും ഒരു പേടി സ്വപ്നം കേട്ടോ. വല്ലാതെ കാറുകൾ ഓട്ടോറിക്ഷക്കാരൊന്നും വല്ലാതെ കൂടി പോക്കില്ല. ബൈക്കുമ്പോൾ ഡബിൾ എച്ച് വരെ പോകാനൊക്കെ മടിക്കുന്ന ഒരു കയറ്റാട്ടോ. കാരണം ചില മേലിൽ നിന്നൊക്കെ ഒരു വണ്ടി വരിക അല്ലെങ്കിൽ അത്രയും കുത്തനെ കയറ്റാണ്. എന്താ വെച്ചാൽ നമ്മളത് വണ്ടിയിലൊരു മൂന്നാലാളുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയായാലും വണ്ടി കുഴപ്പമില്ലാതെ ആയി കയറി തന്നെ കയറി. ലാസ്റ്റ് മുട്ടിയില്ലാന്ന കണ്ടീഷനിൽ കയറിപ്പോയിട്ടോ. ലാസ്റ്റ് എത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് ഇതാക്കി തന്നു. എന്നാലും വണ്ടിയില്ല, കയറി പോയിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്തേക്കാണ്ട് വണ്ടി പോകില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാൻ തെങ്ങും കാര്യങ്ങളൊക്കെ ഒരു മുറിച്ചിട്ടിട്ടുണ്ട്. എന്തൊക്കെ പരിപാടി ഉണ്ട് തോന്നുന്നു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി. വളിയൊന്നും ലീവാട്ടോ. വളിയതിന് ഒട്ടുമിക്ക ദിവസം പണി ഉണ്ടാകലുണ്ട്. ചിലപ്പോൾ ഞായറാഴ്ചകളും ചിലപ്പം പണി ഉണ്ടാവും കേട്ടോ. എന്താ അറിയില്ല. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ആൾ എല്ലാ പരിപാടിക്കും ഉണ്ടാകലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകാനൊക്കെ ആൾ വരലുണ്ട്. ചില പണി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോളി വരണ്ടാറില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് ഇതാ എനിക്ക് ഇന്ന് എന്താ വെച്ചാൽ വേറൊരു പരിപാടിക്ക് പോകണ്ടിട്ട് നമ്മുടെ അടുത്ത വീട്ടിൽ സലാമൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് മോളെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി ഞാൻ എന്നോടും അമ്മോനോടൊക്കെ പറഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ അമ്മൂന് ഇന്ന് തീരെ അതിനെ പഠിപ്പിക്കാനും ഒരു തലവേദനയൊക്കെ കൂടിയായ പനിയൊക്കെ കൂടിയായപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഞാൻ പിന്നെ ഒരു വീട്ടിലേക്ക് പോകണമെങ്കിലും ബൈക്കായിട്ടാണ് കാര്യമായിട്ട് പോക്കിട്ടോ. അങ്ങനെ ഞാൻ എത്തിയപ്പോൾ നേരെ റഫിയാക്കാൻ വേണ്ടിയിട്ട് പാറയിൽ റഫീഖാക്കാൻ വണ്ടി ഉണ്ടായിരുന്നു. മൂപ്പര് വണ്ടി കഴിഞ്ഞിട്ടൊന്ന് പോകാനെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ദൂരം നടക്കേണ്ടി വന്നിട്ടോ. അങ്ങനെയാണ് അഫ്സലിൻ്റെ കല്യാണവും മുത്തുവിൻ്റെ കുടിരിക്കലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡും കണ്ടിട്ട് അവർ ഏട്ടൻ്റെ കുടിരിക്കലും അനിയൻ്റെ കല്യാണ പാർട്ടി ആട്ടാ. അങ്ങനെ ഞാനും റഫിയാക്കി ഞങ്ങൾ രണ്ടാളും എല്ലാവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഡ്രൈവർമാരൊക്കെ കൂടി എല്ലാവരും തന്നെ നമ്മളും ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും അതേമാതിരി ഒന്നിച്ചേരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞൊരു ഗുലാബ് ജീം ഐസ്ക്രീമും കൂടെ ആയിട്ട് എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം കേട്ടോ. അപ്പോൾ അതും ഞങ്ങൾ കഴിച്ചിട്ട് എല്ലാവരും കൂടി തന്നെ. പിന്നെ നോക്കുമ്പോൾ ഞങ്ങൾ ഏതായാലും ചെക്കനും പെണ്ണിന് സ്റ്റേജിൽ കാണില്ല കേട്ടോ. നോക്കുമ്പോൾ പുറത്തുണ്ട് കേട്ടോ. ഏട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് ഒരു രണ്ടാളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിലേക്ക് ആദ്യമോനെ പിന്നെ എന്താ വെച്ചാൽ എന്ന് എപ്പോൾ കണ്ടാലും നമുക്കൊരു വണ്ടിമ കയറാനും പോകാനും ഇനി കൊണ്ടുപോയില്ല. അങ്ങനെ ഇപ്പോൾ ഭയങ്കര പരാതിയുള്ളൊരു വ്യക്തി കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ആൾ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് പിന്നെ നേരെ മേലെ വാർപ്പിൻ്റെ മുകളിൽ കയറി കൊണ്ട് അവിടുത്തെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഇരുട്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് സ്റ്റെപ്പും പെടാനൊരു ചവിട്ടി വേണമായിരുന്നു കേട്ടോ. നമുക്ക് നല്ല മറ്റേ നിലവിലുള്ള ചവിട്ടിയൊക്കെ ഭയങ്കര ഗ്രിപ്പ് പ്രശ്നം ഉണ്ടായിട്ട് ചവിട്ടി നിൽക്കുന്നത്. അങ്ങനെ നമ്മളിറങ്ങിയപ്പോൾ നമ്മുടെ ബഷീർഖാൻ്റെ പ്രകടനം നേരെ ബഹുമാനിയെ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ വീടിൻ്റെ റോട്ടിനായിട്ടാണ് പിന്നെ പോണത് ചിറ്റിയുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വളപ്പിൽ ഹോം സ്റ്റേയിലെത്തിട്ടോ. അവിടുത്തെ നമുക്ക് ഈ വേണ്ട സാധനം എടുത്തിട്ടോ. നമ്മൾ അളന്ന് കൊണ്ടുപോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ അളവ് എടുത്തതിന് ശേഷം അയാളെ കയറി ഇരുന്നിട്ടൊക്കെ അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് മുറിച്ചിട്ടോ. അങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് 1-2 സാധനങ്ങളും കൂടി വേറെ എടുക്കേണ്ടി വന്നിട്ട് നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം മോനെ എന്താ വെച്ചാൽ 1-2 സാധനങ്ങൾ അത് അവിടെ വീട്ടിലേക്കുള്ളതിനാണ് അത് എടുത്തുകൊണ്ട് താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ 1-2 സാധനം കൂടി വാങ്ങാണ്ടായിരുന്നു. അത് നേരെ വാങ്ങി പിന്നെ നേരെ വീട്ടിലെത്തി ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഗ്രിപ്പുള്ള കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകത്താണ്. കാരണം അവിടെ ഉണ്ടായിരുന്നതൊക്കെ കുറേ അതങ്ങോട്ട് ഒലിച്ചിറങ്ങിയിട്ട് അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഷവർമ വാങ്ങിയിട്ട് 2 റോളും ആദ്യമോൻ അത് കഴിഞ്ഞ് വെക്കണോണ്ട് കൂട്ടത്തിൽ എനിക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബഷീർക്കാരെ പ്രകടനം നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടി ആയിട്ട് വരുന്നത്. അപ്പോൾ പന്തം കൊളുത്തിങ്ങാണ്ടുള്ള പന്തത്തിൻ്റെ പരിപാടി എന്താണ് നമ്മുടെ സ്ഥാനാർത്ഥി ബഷീർക്കാരുടെ ചങ്ങായിമാരും പിന്നെ പഴയ മെമ്പർ സാജു എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ നാട്ടിൽ നമ്മൾ കാണുന്ന ദിനം പ്രതി കാണുന്ന വ്യക്തികളാട്ടോ. പിന്നെ അതേമാതിരി ചെക്കന്മാരുടെ ബാൻഡിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ ചെണ്ട പരിപാടി ബാൻഡ് എന്തെങ്കിലും സിറ്റോൾ എന്തൊക്കെയാണ് ഇതിന് പറയും തോന്നുന്നു. അങ്ങനെ എന്തൊക്കെ പരിപാടി കിട്ടാം. പിന്നെ ബഷീർഖാൻ അനിയനാണ് ഫ്ലാഗ് പിടിച്ചിട്ടുള്ളത്. എന്തായാലും പരിപാടി അടിപൊളിയായിരുന്നു. ബഷീർക്ക് പിന്നെ നമ്മളെ വാർഡിൽ സ്വതന്ത്രനായിട്ടാണ് ജയിച്ചിട്ടുള്ളത്. എന്തായാലും ആൾ നല്ലൊരു ഇതാട്ടോ. നമ്മുടെ എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും ഒരാളാട്ടോ. കണ്ടിന്യൂ ആയിട്ട് എവിടെ എന്തുണ്ടെങ്കിലും എല്ലാത്തിനും ബ്ലഡ് കൊടുക്കാനായിക്കോട്ടെ പിന്നെ എല്ലാ വിഷയത്തിലും ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകനായിട്ടെല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും നമുക്കൊരു വിശ്വാസമുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും എത്തുന്നുള്ളൊരു വിശ്വാസം അതന്നെ തീർത്തു.
അങ്ങനെ ഇരിക്കും നമ്മളെ ഒരുപാട് ആളുകൾ ഒക്കെ പരിചയക്കാരൻ കേട്ടോ. ഈ വണ്ടിയായിട്ട് പോകുന്ന ആളുകൾ മുഴുവൻ നമ്മുടെ വീടിന് മുന്നിൽ കൂടി തന്നെയാണ് പോണത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വീട്ടിലൊന്നും ആരുമില്ല, എല്ലാവരും പോയി ഓരോരുത്തേക്ക് പോയി എവിടേക്കും ഇവിടേക്കൊക്കെ പോയതുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഡി ജെയും കൂടി വന്നിട്ട് ഡി ജെ അടിപൊളിയായിട്ട് ഒന്നും പറയില്ല. ഡി ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡി ജെൻ്റെ വണ്ടി നമ്മളെ റൂട്ടിന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം നിസാൻ തന്നെയാണ്, നിസാനാണെങ്കിൽ ശരി ഏച്ചറിനേക്കാളും വീതിയാണ്. സൈഡിലേക്കുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു അവർക്ക് ഇത് കൊണ്ടുപോകാനും വരാനൊക്കെ കൂടിയൊക്കെ. നമ്മളെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന റോഡാട്ടോ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നത്. മറ്റുള്ള റോഡിന് അത്ര പ്രശ്നം വരേണ്ടതില്ല. നമ്മുടെ പെരേക്കുള്ള ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്കുള്ള റോഡിന് അനിയങ്ങനെ കഴിച്ചത് കൊണ്ടുവരുന്നതുകൊണ്ട് അത്ര പ്രശ്നം വന്നില്ല കേട്ടോ. പിന്നെ നമുക്കുള്ള നിച്ചമെച്ച കാലം തൊട്ടുള്ള ഒരു ശീലാട്ട ലോട്ടറി എടുക്കൽ സ്ഥിരമായിട്ടുള്ളതാണ്. അങ്ങനെ എടുത്ത് എല്ലാം കൂടി ഒന്നിച്ച് പേസിൽ കൂടുതലാകുമ്പോൾ മാത്രം സ്കാൻ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ നോക്കിയതിൻ്റെ ശേഷം എനിക്ക് മനസ്സിലായത് എനിക്കൊരു 100 റുപ്യ കിട്ടിയെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതാണ് നമ്മൾ ടിക്കറ്റ് 100 റുപ്യ കിട്ടുക. അപ്പോൾ അത് നേരെ ഇനി ലോട്ടറിക്കാരനെ ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത 2 ടിക്കറ്റും കൂടി എടുക്കാൻ കേട്ടോ. കാരണം ഇപ്പോൾ ടിക്കറ്റിന് 50 രൂപ ആയതുകൊണ്ട് ആദ്യം 40 ഉള്ളതിന് ഇപ്പോൾ 50 ആയിരുന്നു. പിന്നെ പ്രൈസ് കൂട്ടിന് അത് വീണ്ടും കുറച്ചു. ഇപ്പോൾ വിൽപ്പനക്കാർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് എത്തി ലോട്ടറി എന്ന് പറയാം. എന്തായാലും എടുക്കണവനെന്തായാലും പ്രൈസും ഇല്ല, വെക്കണവർക്കും ഇല്ല, ഒന്നും പറയണ്ട. മിച്ചം വെച്ച കാലം തൊട്ട് എടുക്കൽ തുടങ്ങിയ 100 റുപ്യ 50 റുപ്യ എന്നല്ലാതെ വേറെ ടിക്കറ്റിൻ്റെ പൈസ എന്നല്ലാതെ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാനെന്ത് ചെയ്ത് കരിങ്ങിപ്പാറ വയ്ക്ക് എനിക്ക് കല്ലിൻ്റെ പൈസയ്ക്ക് ഒരു ആവശ്യത്തിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പോണ വയ്ക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ലീഗിൻ്റെ പ്രകടനം കൊടുക്കുന്നുണ്ട്. പച്ച ലൈറ്റോട് കൂടിയുള്ള ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ലീഗിൻ്റെ പ്രകടനം കരിങ്ങിപ്പാറ അങ്ങാടിയിലുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ലോറി വർഷാപ്പിലുണ്ടായിരുന്നു, ലോറിൻ്റെ വർഷാപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ പോകണ പോക്ക് ഞാൻ വേറൊരു ബൈക്കുമ്പോൾ പോയതുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യും.